ഹലോ അസ്സാം വലൈക്കും വാഹിബ സിസ്റ്റേഴ്സ് ചാനലിലേക്ക് എല്ലാവർക്കും വെൽക്കം. അപ്പോൾ ഇതാ ഇന്ന് അത്തം ഒന്നായതുകൊണ്ട് തന്നെ അപ്പുറത്തെ ചേച്ചി പൂവിടുക എന്ന് പറഞ്ഞപ്പോൾ മക്കളൊക്കെ ഓടിയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ പോയി ആദ്യം തന്നെ ഇരിക്കണുണ്ട്. അപ്പം എന്നാൽ അതായിക്കോട്ടെ ഇന്നത്തെ വീഡിയോ എന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇതാ രൂപമോളും പൂവൊക്കെ ഉണ്ടപ്പോൾ ഇവരൊന്നും സാധാരണ നമ്മുടെ അത്തപ്പൂക്കളാണ് കേട്ടോ. കാരണം ഒന്നും മേടിച്ചിട്ടില്ല. സാധാരണക്കാരുടെ ഒരു പൂക്കളെന്ന് പറയില്ല, അത് തന്നെയാണിത്. കാരണം ഒന്നും മേടിച്ചിട്ടില്ല. വീട്ടിലുണ്ടായ പൂവൊക്കെ പൊട്ടിച്ചിട്ട് തന്നെ അവർ പൂവിടാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഇടുന്നത്. അപ്പം അത് കണ്ടപ്പോൾ ഹിബി ലൂബി പോയിട്ട് പൂവിടുമ്പോൾ ചേച്ചിനെ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയതാണ്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ഹിബമോൾ എന്തോ ചേച്ചിയെടുത്ത് വെച്ചപ്പോൾ പറഞ്ഞു മഹാബലി വരും, അപ്പോൾ അവർക്ക് കാണാനാ എന്തിനാ പൂവിടണമെന്ന് ചോദിച്ചപ്പോൾ മഹാബലി വരുമ്പോൾ കാണാനാ പറഞ്ഞപ്പോൾ പേടിച്ചിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം എന്തൊക്കെയോ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടും പറഞ്ഞിട്ടും അങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ പേടിയൊക്കെ മാറിയിട്ടോ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ അപ്പുറത്തെ ചേച്ചി നന്നായിട്ട് റൗണ്ടായിട്ടാണ്, പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും കൊടുക്കണില്ല. സാധാ റൗണ്ടായിട്ട് തന്നെ പെട്ടെന്ന് പൂവിടുക എന്നുള്ള രീതിയിൽ വേഗം പൂവിടുകയാണ്. പിന്നെ ഹിബമോളുടെ പേടിയൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഹിബമോൾ ഇറങ്ങി. അപ്പോൾ ഇതാ പൂവിടാൻ കൂടുണ്ട്. ചേച്ചി നല്ല കറക്റ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഹിബി ലൂബി നല്ല പറന്ന് നല്ല കനം കൂടിയിട്ട് പരത്തിയിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അതൊക്കെ ഷേപ്പാക്കി കൊടുക്കുന്നുണ്ട്. രണ്ടാളും നല്ല പൂവ് കിട്ടില്ല. പിന്നെ ഈ യെല്ലോ കളർ പൂവെന്ന് പറഞ്ഞാൽ അവർ കുറേ ഇട്ടപ്പോഴാണ് പറഞ്ഞത് ഇതിൻ്റെ ഡിസൈൻ റെഡ് കളറും കൂടി ആഡ് ചെയ്തിട്ട് ഇടാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഇപ്പോൾ കുറച്ചൊക്കെ ഇട്ടതിന് ശേഷം അവരത് ഇതാക്കിയിട്ടോ എടുത്തെന്നിട്ട് അത് യെല്ലോവും റെഡും ആയിട്ട് മിക്സ് ചെയ്തിട്ട് ഇട്ടു. നല്ല ഭംഗിയുണ്ട്. സാധാ പൂവാണെങ്കിലും അത്തപ്പൂ ഇട്ടിട്ട് ഓണത്തിന് പൂവിട്ടാൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഏതാണ്ട് അത്രയും എത്തി, 5-6 ലെയറൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ ആ യെല്ലോ കളറ് പൂവിനെ ഡിസൈൻ ചെയ്യുകയാണ്, ഇടയിൽ റെഡ് വെച്ചിട്ട് അങ്ങനെ ഡിസൈൻ ചെയ്യാപ്പത്തേനും ലുബമോളുടെ ഒരു ഫ്രണ്ട് വന്നു. അപ്പോൾ പിന്നെ 3 ആളും കൂടി ചേച്ചിനെ സഹായിച്ച് ബുദ്ധിമുട്ടിക്കല്ല, രസമാണ്. കാരണം രാവിലെ കുട്ടികളൊക്കെ കൂടി വന്നിട്ട് ഇങ്ങനെ അവർക്ക് അറിയില്ലല്ലോ എന്താ പൂക്കള ഇടുന്നത് എങ്ങനെ എന്താണെന്നും അറിയില്ല. അപ്പോൾ ഇങ്ങനെ ചേച്ചി ഇടുന്ന് കണ്ടപ്പോൾ അവർക്കൊരു അത്ഭുതം. അപ്പോൾ ഒപ്പം വന്ന് ഹിബമോൾ പിന്നെ വട്ടം ചുറ്റിയിട്ട് പൂവ് എന്താ ചെയ്യേണ്ടതെന്ന് അറിയണില്ല. വട്ടം ചുറ്റിയിട്ട് ഇരുന്ന് പൂവിടണം. അപ്പോൾ ചിലയിടത്ത് പരത്തണുണ്ട്, ചിലയിടത്ത് ഇടുന്നുണ്ട്, ചിലയിടത്ത് വെതറി കൊടുക്കുന്നുണ്ട് റൗണ്ട് അടിച്ചിട്ട്. അങ്ങനെ പൂവിട്ടിട്ട് ഏതാണ്ട് ഫൈനൽ ലുക്ക് എത്തിയിട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എല്ലാം ഒരു ഫിനിഷിങ് ആയപ്പോൾ ഒരു നല്ല ഭംഗി തോന്നിയിട്ടോ കാണുമ്പോൾ. അപ്പോൾ ഇതാണ് സാധാരണക്കാരുടെ അത്തപ്പൂവിടലാണത്. അപ്പോൾ ഇനി ലാസ്റ്റ് ഒരു ലെയറും കൂടി വെക്കണ്ട. അവർ ഏതോ ഒരു ഫ്ലവർ വെച്ചിട്ട് ഇങ്ങനെ ഒരു ലീഫ് ഇടയിൽ മൊസാണ്ടയുടെ ഒരു ലീഫും വെച്ചിട്ടാണ് ചെയ്യണത്. എന്ത് ഭംഗിയാണ് കാണാൻ. അപ്പോൾ ലുബമോൾ എന്തോ പറയുന്നുണ്ട്. ഫൈനൽ ലുക്കാണെന്നൊക്കെ തന്നെ തോന്നുന്നു കേട്ടോ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ അത്തത്തിൻ്റെ പൂവിടൽ വീഡിയോ എന്ന് പറയുന്നത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും വേണ്ടിയിട്ട് അഡ്വാൻസ്ഡ് ഹാപ്പി ഓണം. അപ്പോൾ ഞങ്ങളുടെ ഈ സാധാരണ വീഡിയോ അത്തപ്പൂ വീഡിയോ ഇഷ്ടം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.